CK അഭിലാൽ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അഭിലാൽ, ഒന്ന് പത്മകുമാറിന്റെ വീണ്ടടക്കം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പരിശോധന നടക്കുന്നുണ്ട്. നമ്മളത് സംസാരിച്ചതാണ്. അതേസമയം തന്നെ സന്നിധാനത്തെ പ്രധാനപ്പെട്ട പരിശോധന സ്ട്രോങ് റൂമിൽ ഉൾപ്പെടെ പരിശോധന നടത്താൻ പോകുന്നുണ്ട്. SIT സംഘം എത്തിയിട്ടുണ്ട്. എത്ര പേരടങ്ങുന്ന സംഘമാണ്? എങ്ങനെയായിരിക്കും സന്നിധാനത്തെ നടപടികൾ ഇനി? രണ്ട് സംഘങ്ങളാണ്. ആദ്യത്തെ സംഘം ഇന്നലെ വൈകുന്നേരത്തോടു കൂടി സന്നിധാനത്ത് നേതൃത്വത്തിൽ പരിശോധനകൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. രണ്ടാമത്തെ സംഘം SP ശശിധരന്റെ നേതൃത്വത്തിൽ 10 അംഗ സംഘം അല്പം മുമ്പാണ് പമ്പ മേഖല കടന്ന് സന്നിധാനത്തേക്ക് പോയത്. അവർ 1.5 മണിക്കൂർ സമയം കൊണ്ട് അവിടെ എത്തിച്ചേരും എന്ന് കണക്കാക്കപ്പെടുന്നുണ്ട്. ഈ കൂട്ടത്തിൽ സാങ്കേതിക തികവുള്ള ആളുകൾ ഇളക്കിയെടുക്കേണ്ടി വന്നാൽ അതുകൂടി സൂക്ഷ്മമായി കട്ട് ചെയ്ത് എടുക്കാൻ പാകത്തിനുള്ള സംവിധാനങ്ങൾ കൂടി ഉൾപ്പെടെയാണ് ആ സംഘം പുറപ്പെട്ടിട്ടുള്ളത്. 10 പേരാണ് ഈ രണ്ടാമത്തെ സംഘത്തിൽ ഉള്ളത്. ഇന്ന് ഒരു ദിവസം കൊണ്ട് പരിശോധനകൾ പൂർത്തിയാക്കി രാത്രിയോടെ മലയിറങ്ങാൻ കഴിയും അന്വേഷണ സംഘം. അത് തന്നെയാണ് കണക്കാക്കുന്നത്. 3 തരത്തിലുള്ള പരിശോധനകൾ അല്ലെങ്കിൽ 3 ഇടങ്ങളിലുള്ള പരിശോധനകളാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ആദ്യത്തെ ഒന്ന് കട്ടളപ്പാളികളുടെ സ്ട്രോങ് റൂമിലുള്ള ഭാഗങ്ങൾ പുറത്തെടുത്ത് പരിശോധന നടത്തും. മറ്റൊന്ന് ഈ ശ്രീകോവിൽ ഭിത്തികളിലെ അയ്യപ്പ ചരിതം രേഖപ്പെടുത്തിയ സ്വർണ്ണപ്പാളികളുടെ ഭാഗങ്ങൾ ഇളക്കിയെടുത്ത് ചിലത് സാമ്പിളായി ശേഖരിക്കാനുള്ള സാധ്യതയാണുള്ളത്. മറ്റൊന്ന് കൊടിമരത്തിൻ്റെ പഞ്ചവർഗ തറ പരിശോധന. ഈ 3 പരിശോധനകളാണ് ഇന്ന് പ്രതീക്ഷിക്കപ്പെടുന്നത്. ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നത് ഏറെക്കുറെ 1 മണിക്കൂർ മുൻപാണ് സന്നിധാനത്ത് ഇതുമായി ബന്ധപ്പെട്ട പ്രാരംഭ പരിശോധനകളിലേക്ക് എത്തിയത്. SP അടക്കമുള്ള മറ്റേ സംഘം കൂടി എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ കൂടുതൽ ഇടങ്ങളിലെ പരിശോധനകൾ ഉണ്ടാകും. തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ടുള്ള രേഖകൾ അപ്പോൾ തന്നെ കണ്ടെത്തുന്ന വിഷയങ്ങൾ അടക്കം രേഖയിൽ പ്രത്യേകിച്ച് കുറിച്ചു വയ്ക്കുകയും പിന്നീട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദ പരിശോധനയ്ക്ക് അയച്ചു. അതിൻ്റെ റിപ്പോർട്ട് കൂടി കണക്കിലെടുത്തുകൊണ്ട് ഉള്ള വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കും. അടുത്ത മാസം 9-ാം തീയതിയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വീണ്ടും ഹൈക്കോടതി വിഷയം പരിഗണിക്കുന്നത്. ആ ഘട്ടത്തിൽ ഇന്ന് നടത്തിയ പരിശോധനകൾ പിന്നീട് അതിൻ്റെ സാങ്കേതിക പരിശോധനയുടെ ഫലം അടക്കമുള്ളവ അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ സമർപ്പിക്കും.